അവൻ പറയണ പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് കാര്യം ബൈബിളിനെ തന്നെ വിളിക്കണത് ഉടമ്പടി ബുക്ക് എന്നല്ലേ വിളിക്കണത്, ബൈബിളിനെ തന്നെ വിളിക്കണത്. അപ്പം ദൈവം സത്യസന്ധനായിരുന്നാലും ഇപ്പം ഒരു വചനമില്ലേ, എന്താണ് 2 തിമോത്തി 2:13 വചനമുണ്ട്. അതായത് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഒന്ന് വായിച്ചത്. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കാൻ അവന് സാധ്യമല്ല. അതാണ്. അതായത് ഉടമ്പടി അല്പം നമ്മൾ ഉഴപ്പിപ്പോയാലേ അറ്റ് ഈസ് ഇൻഷേർഡ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അവിശ്വസ്തതയിലല്ല അത് റിലേ ചെയ്യണത്, ദൈവത്തിൻ്റെ വിശ്വാസ്യതയിലാണ്. കാര്യം തന്നെ നിഷേധിക്കാൻ അവന് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ പ്രെയറിന് റിജക്ഷൻ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതിന് ഗ്രൗണ്ട് ഈശ്വരല്ല. മറ്റത് ഉടമ്പടിയാണ്. ഞാൻ ഉടമ്പടി പ്രകാരം ജീവിക്കാമെന്ന് പറയുകയാണ്. അവൻ പറയണ പോലെ ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത്. അവൻ പറയണ പോലെ, അമ്മ അതല്ലേ പറഞ്ഞത്, അവൻ പറയണ പോലെ ചെയ്യുക. അവൻ പറയണ പോലെ ചെയ്യണ ആ ഒരു പ്രത്യേക ഒക്കേഷന് വേണ്ടി ഉള്ളതല്ലല്ലോ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഇതിൽ നിറവേറട്ടെ എന്നുള്ള മരിയ സ്പിരിച്വാലിറ്റിയുടെ ആ ബേസിലാണ് അമ്മ സംസാരിക്കണത്. അമ്മ ആദ്യമേ ഇതിനേക്ക് മുമ്പും പറഞ്ഞിരിക്കണത് ഇത് തന്നെയാണ് പറഞ്ഞത്, അല്ല മാറ്റി പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അമ്മ പറയണത് ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ പറയണത് ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. അതായത് എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ വചനം നിറവേറട്ടെന്നാണ്. അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു പരിശുദ്ധാത്മാവ് നിരമേൽ വരുമെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അകത്തുള്ളത് എന്താണ്? വാഗ്ദാനം. അമ്മ എന്താ കൊടുത്തിരിക്കുന്നത്? അമ്മ നിബന്ധനയായിട്ട് ആ വാഗ്ദാനത്തെ അഡ്ഹിയർ ചെയ്യാൻ. അപ്പം അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ബേസിലാണ് കാനായിലെ കല്യാണത്തിൽ എനിക്ക് നിനക്ക് എൻ്റെ സമയവും സമാധാനമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഈ ഉടമ്പടി ആ വിഷയം ഉടമ്പടിയുടെ സബ്ജക്റ്റിൻ്റെ പരിധി കൊണ്ടുവരും. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാൻ പറയും. അവൻ പറയണ പോലെ ചെയ്തുകൊള്ളാവുന്നതാണല്ല പരിശുദ്ധയുടെ മാധ്യസ്ഥത നമ്മൾ ഈശോൻ്റെ അടുത്ത് കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത്. അപ്പോഴെന്ത് പറ്റും? അത് ഇൻഷോർഡാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ഉടമ്പടി എടുത്തിട്ടുള്ളവർ പരമാവധി വിശ്വസ്തയോട് ജീവിച്ചുകൊണ്ട് അവരുടെ ദൈവതിരുസന്നിധിയിൽ അവർ വലിയൊരു ജീവിത രീതിയാണ് ഫോളോ ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിലെ സുമറാണിയുടെ സാക്ഷ്യം എനിക്ക്